വാക്യപ്രതിവാക്യമായി. അതിനുശേഷം 127 സങ്കീർത്തനത്തിൽ പോയി ആ വാക്യത്തിന്റെ ആ സങ്കീർത്തനത്തിന്റെ അവസാന വാക്യങ്ങൾ ചേർന്ന് പാടി അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. അവൻ 121 സങ്കീർത്തനത്തിൽ ആരോഹണ ഗീതം എന്ന് പറയുന്നു. കാരണം പഴയ നിയമകാലത്ത് 121 സങ്കീർത്തനവും 121 Psalm 121 and Psalm 127. Amen. So 127 സങ്കീർത്തനവും Psalm 127, we want to read it responsibly. I mean, there we can see in the headings, it's a song of ascents. I mean, ആരോഹണ ഗീതം. അത് പഴയകാലത്ത് ആരാധിപ്പാൻ യെരൂശലേം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ആ മല കയറി കുന്നു കയറി മുകളിലേക്ക് പോകുന്ന അവസരങ്ങളിൽ ഭക്തന്മാർ പാടിയിരുന്ന സങ്കീർത്തനങ്ങളാണ് 121 സങ്കീർത്തനം. അവൻ സ്വപ്നം ചെയ്യുന്നു. അവിടെ നമുക്ക് ചേർന്ന വാക്യപ്രതിവായി we will read it responsibly and praise and worship God and meditate upon the mercy and love of God. അവൻ നമുക്ക് എല്ലാവരോടും തോന്നുന്നു വിശ്വസിക്കുന്നു. I will read the first verse, you will read the second, and ആ സങ്കീർത്തനം അങ്ങനെ നമ്മൾ തീർത്തിട്ട് 127 പോയിട്ട് അതിന്റെ ലാസ്റ്റ് വേർഡ്സ് we will read it together and I will conclude. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്തു നിനക്ക് തണൽ. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. അടുത്തതായി ശലോമോന്റെ സങ്കീർത്തനമാണ്. അതും ഒരു ആരോഹണ ഗീതമാണ്. ആരാധനയ്ക്ക് പോകുമ്പോൾ ആ കുന്ന് കയറി യെരൂശലേം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ പാടുന്ന ഒരു ഗാനം 127 സങ്കീർത്തനം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലവും തന്നെ. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ ധ്യാനിക്കാം. അവയെ കൊണ്ട് തന്നെ അവനായി വിളിച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോവുകയില്ല. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദിവസം ക്രിസ്ത്യൻ ബോർഡ് കടന്നു വന്ന് നമ്മോട് തന്റെ ഉള്ളിൽ ദൈവം കൊടുത്തിരിക്കുന്ന ചിന്തകൾ പങ്കുവെക്കുന്നതായിരിക്കും. എത്ര മനോഹരമാ പ്രിയമുള്ളവരെ. അവൻ വചനത്തിൽ കൂടി നമുക്ക് ധ്യാനിപ്പാനിടയാകുന്നത്. ഒരു കാര്യം കൂടി എപ്പോഴും ഓർപ്പിക്കുന്ന ആർക്കെങ്കിലും ദൈവം വചനമോ അവൻ ഏതെങ്കിലും ഒരു ഭാഗമോ നേരത്തെ തന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്നെ വിളിച്ചു പറയാം. അവൻ സ്വന്തം എപ്പോഴും നിങ്ങൾക്ക് അവസരം കാണും. കാരണം ഞാൻ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നു വിശ്വസിക്കുന്നവനാണ്. അവൻ ചേർന്ന് നാം ആരാധിക്കുമ്പോൾ അവന്റെ നാമം ഉയർത്തപ്പെടും. അവൻ സ്വപ്നം ചെയ്യുന്നു. ആർക്കെങ്കിലും സങ്കീർത്തനങ്ങളോ വചനങ്ങളോ കിട്ടിയ പാസ്റ്റർ എനിക്കൊരു ചിന്ത തന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഓപ്പർച്യൂണിറ്റി വിൽ ഹാവ്. അത് ആപാലവൃത്തം ചെറുതീവർ മുതൽ വലിയവർ വരെ അവസരമുണ്ടെന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് വചനത്തെ ശ്രദ്ധിക്കാം. കൂടി വന്നിരിക്കുന്ന ഏവർക്കും നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ എന്റെ സ്നേഹമുണ്ട്. As this month is quickly coming to a close, the Holy Spirit has fed us well with the Word. There's so much in the Word, and when every time the month is about to end, we realize how much more there is to speak about the matter of the month. But without further ado, let's, as this is the last Sunday of the month of June, let's look at these two Psalms, Psalm 121 and 127, and see what the Holy Spirit has to speak to us about depending on the hedge of God's favor. പ്രിയമുള്ളവരെ, മാസം പെട്ടെന്ന് അത് പര്യവസാനിക്കുന്നു. പലപ്പോഴും ഓരോ മാസവും ദൈവം ചിന്തകൾ തരുമ്പോൾ ആ ചിന്തകള് അവസാന ആഴ്ചയാകുമ്പോൾ കർത്താവേ ഒത്തിരി ഇതിനെക്കുറിച്ച് പറയാനുണ്ടല്ലോ, സമയം പോരാ എന്ന് പലപ്പോഴും ഭാരപ്പെടാറുണ്ട്. എന്നാൽ അവൻ അങ്ങനെ ഒരു ദിവസമാണ് എന്നും അവൻ കർത്താവിന്റെ വേദിയെക്കുറിച്ചുള്ള മർമ്മം കർത്താവ് ആഴത്തിൽ വെളിപ്പെടുത്തിയപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന വേദി എനിക്കൊരു ദോഷം വരില്ല, ആപത്ത് വരില്ല, അപകടം വരില്ല. ചില സമയത്ത് നിനക്ക് തരുന്ന അവൻ പൗലോസിന് ചുറ്റും കൊടുത്ത വേദി ഒരു വേദിയാണ്. അത് തിരിച്ചറിയുന്നവർക്ക് മാത്രമേ പ്രാർത്ഥിക്കണം വേണം പ്രാർത്ഥിക്കാൻ ഉയരാൻ കഴിയൂ. അപ്പൊ മാസം അവസാനിക്കുമ്പോൾ എങ്ങനെ ചിന്തകൾ പറഞ്ഞു തീർക്കുമെന്ന് അറിയാതെ ധൃതി വെക്കുന്ന പതിവുണ്ട്. ഇന്നും അങ്ങനെയാണ് അവൻ. അതുകൊണ്ട് നമുക്ക് വചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ തിരിക്കാം. We are so familiar with the first two verses of Psalm 121, where it says, I lift up my eyes to the hills, from where does my help come from?
that is a needed reminder for our soul where our preservation comes from. Because even though we know all these truths, we, just like how an instrument needs to be calibrated again and again, we go so far away from that truth while still holding the confidence, oh, I know all that already, but our lives do not show that we know this. So that is why in that first question, it's like you're asking your soul to remember, where does your help come from? And in the second verse, it says, my help comes from the Lord who made heaven and earth. ഇന്ന് പകൽക്കാലം ഓർക്കണം, 121 സങ്കീർത്തനത്തിലെ ആദ്യ 2 വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ പറയും, ഞാൻ എന്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ചോദ്യം, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാ അറിവുള്ളവരാണ്, അറിയാൻ വയ്യാത്തതൊന്നുമില്ല. വർഷങ്ങളായി വചനം കേൾക്കുകയും സൺഡേ സ്കൂൾ പഠിക്കുകയും ആമേൻ നാം വചനം വായിക്കുകയും പ്രസംഗങ്ങൾ കേൾക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തവരാണ്. നമുക്ക് നല്ലവണ്ണം അറിയാം, എല്ലാം അറിയാമെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ ഒരു ഉപകരണം ഉപയോഗിക്കുമ്പോൾ അതൊരു കാര്യം മെഷർ ചെയ്യാൻ എക്യുപ്മെന്റ് ആണെങ്കിൽ അത് വീണ്ടും വീണ്ടും കാലിബ്രേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ കറക്റ്റ് റീഡിങ് കിട്ടത്തുള്ളൂ. പക്ഷേ എനിക്കറിയാം വെച്ചുകൊണ്ട് അത് ഉപയോഗിച്ച ചില സമയത്ത് മാറിപ്പോകും, നമ്മൾ അറിയത്തില്ല. കാരണം സ്തോത്രം ചെയ്യുന്നു, അത് വീണ്ടും അതിന്റെ കറക്റ്റ് മെഷർമെന്റിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നാം എടുക്കുന്ന മെഷർമെന്റ് തെറ്റിപ്പോകും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ അനുഭവങ്ങൾ കൂടിയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ ദൈവത്തിന്റെ കറക്റ്റ് മാനദണ്ഡവുമായിട്ട് ഒത്തിരി മാറ്റം വരും. അത് റീകാലിബ്രേറ്റ് ചെയ്യണം. എപ്പോഴും കണ്ണ് ഉയരത്തിലോട്ട് ഉയർത്തി അവങ്ങളിൽ നിന്ന് പ്രാപിച്ചാൽ മാത്രമേ നീ പോകുന്ന വഴി ശരിയാവുന്നോ ഇല്ലയോ എന്ന് അറിയത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു, ഞാൻ എല്ലാ ദിവസവും, പക്ഷെ നീ ചിലപ്പം കംപ്ലീറ്റ്ലി ദൈവത്തിന്റെ ഡയറക്ഷൻ കംപ്ലീറ്റ്ലി യു മൈറ്റ് ബി ഗോയിങ് വേ അവേ ഫ്രം ഇറ്റ്, യു വിൽ നെവർ നോ. കാരണം നീ ചിന്തിക്കുന്ന നിന്റെ പരിചയത്തില് നിന്റെ അറിവിലുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യം, ഈ സങ്കീർത്തനക്കാരൻ ചെയ്ത പോലെ കണ്ണുകളൊന്ന് ഉയർത്തണം. ആമേൻ, സ്തോത്രം. ഇവിടെ ഒരു കാര്യം ഓർക്കണം, പർവ്വതങ്ങളിൽ നിന്ന് സഹായപ്പെടുന്ന പലപ്പോഴും ഉയർന്നിരിക്കുന്നിടങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുന്നത്. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് പല പർവ്വതങ്ങളിലേക്ക് നോക്കിയെങ്കിൽ ഒരു കാര്യം മനസ്സിലായി, ഉയരത്തിലേക്ക് ഉയർത്തി തിരിച്ചറിവുണ്ടായി. എവിടെ നിന്നാ സഹായം വരുന്നത്? എന്റെ സഹായം പർവ്വതങ്ങളിൽ നിന്നൊന്നുമല്ല, ആകാശത്തെ, ഭൂമിയിൽ. പലപ്പോഴും നീ പർവ്വതങ്ങളിലാണ് നോക്കുന്നത്. ആ പർവ്വതങ്ങൾ നോക്കിയുള്ള ഓടി നീ കറക്റ്റായിട്ട് ഓടുന്ന വെച്ചല്ല. അവൻ നിന്റെ സഹായം പർവ്വതങ്ങളിലുള്ള പൂജാഗിരികളിൽ നിന്നല്ല വരുന്നത്. കാരണം ശമൂവേലിന്റെ കാലത്താണ് പർവ്വതങ്ങൾ പൂജാഗിരികൾ ആരംഭിക്കാൻ തുടങ്ങി. കാരണം പെട്ടകം പിടിപ്പെട്ടു പോയി, പെട്ടകം തിരിച്ച് ആരാധിക്കേണ്ടടുത്ത് എത്തിയില്ല. നീ പെട്ടകം വചനവ്യവസ്ഥ, ആരാധന വ്യവസ്ഥയിൽ നീ ആരാധിച്ചില്ല, നിന്റെ കാലിബ്രേഷൻ മാറിപ്പോകും, നിന്റെ നോട്ടം മാറിപ്പോകും. പർവ്വതങ്ങൾ, കാരണം ഇപ്പൊ പൂജാരികളൊക്കെ പർവ്വതങ്ങളില്ല. ശമൂവേൽ എന്ന പോലെ എല്ലാവരും അനുകരിക്കുക. അവൻ ശമൂവേലിനോട് ദൈവത്തിന് ഫേവർ ഉണ്ടാകുന്ന ശമൂവേലി എന്നെല്ലാം ശരിയാണെന്ന് ചിന്തിക്കരുത്. കാരണം പെട്ടകം തിരിച്ചെത്തേണ്ടടുത്ത് എത്തിക്കേണ്ട ചുമതല ശമൂവേലിനുണ്ടായിരുന്നു, എത്തിയില്ല. അതുകൊണ്ട് ജനങ്ങളെല്ലാം ഇവിടെ പോയി പർവ്വതങ്ങളിൽ പൂജാഗിരികളിലേക്ക് പോകാൻ തുടങ്ങി. ഇന്ന് പോലും പർവ്വതങ്ങളിൽ നിന്നല്ല സഹായം വരുന്നത്, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന്. ഇന്ന് പകൽക്കാലം നിന്റെ വീട്ടിൽ നിന്ന് ആരാധന മാറിപ്പോകുമ്പോൾ, നിന്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥന മാറിപ്പോകുമ്പോൾ, നീ നോക്കുന്ന നോട്ടം പലപ്പോഴും മാറി. നീ ചിന്തിക്കുന്ന കറക്റ്റാ ദൈവസാന്നിധ്യമാണ്. ചിലപ്പം ഫേവറിൽ നിന്നോട് ഇടപെട്ടെന്ന് വരാം, നിന്നോട് ശരിയാകുന്നില്ല, കറക്റ്റാണെന്നില്ല. പെട്ടകം എത്തേണ്ടടുത്ത് നീ എത്തിക്കണം. അവൻ സ്വന്തം ഇല്ലെങ്കിൽ നിന്റെ തലമുറയ്ക്കത് ശാപമാ. അവൻ ഇസ്രായേൽ ജനം വഴിവിട്ടു പോകാൻ ഇടയായിട്ട് മടങ്ങി വരട്ടെ. നമുക്ക് സങ്കീർത്തനക്കാരൻ പർവ്വതങ്ങളിലേക്ക് ഉയർത്തി, പക്ഷെ അവൻ റീകാലിബ്രേറ്റ് ചെയ്യുന്ന ആഗ്രഹത്തിലെ കണ്ണുകൾ ഉയർത്തിയത് കൊണ്ട് അവൻ റിയാലിറ്റിയിലേക്ക് അവനെ മടക്കിക്കൊണ്ടുവന്ന ദൈവം. ഒരു കാര്യം മനസ്സിലായി, എന്റെ സഹായം അവിടെ നിന്നാണ് വരുന്നത്. ഇറ്റ്സ് നോട്ട് ഫ്രം എനി ഹിൽസ്, ഇറ്റ്സ് നോട്ട് ഫ്രം എനി മൗണ്ടൻസ് ഓഫ് ദിസ് എർത്ത്. മൈ ഹെൽപ്പ് കംസ് ഫ്രം ദ ലോർഡ് who created heavens and earth. ഈ ആകാശവും ഭൂമി ഉണ്ടാക്കിയത്. പ്രിയമുള്ളവർ, ഇന്നൊരു കാര്യം പറയട്ടെ, നിനക്ക് ഇനി അങ്ങേപ്പുറത്തൊരു ഹെൽപ്പില്ല. നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം അൾട്ടിമേറ്റ്, ഇവിടെ അങ്ങേപ്പുറത്തൊരു ഹെൽപ്പില്ല. അത് നീ തിരിച്ചറിയണം. അവൻ അത് നിന്റെ ജോലിയാണേലും നിന്റെ സ്കൂളാണേലും ഏത് നീടിനും ഇതിന് അങ്ങേപ്പുറത്തൊരു ഹെൽപ്പില്ല. നിനക്ക് വേണ്ടുന്ന തരാൻ കഴിവുള്ള സർവശക്തന്റെ അടുക്കൽ എത്തിയിരിക്കുന്നത്. ഇവിടെ പറയുന്നു, കണ്ണുകൾ ഞാൻ ഉയർത്തുന്നു. കാലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, എന്റെ സഹായം എവിടെ നിന്നാണ് വരുന്നത്? ആകാശത്തിൽ ഭൂമി ഉണ്ടാക്കിയ. And help cannot just be defined as the absence of problems, or help cannot be defined as being taken away and kept away from problems. Help can be preservation through the problems. We talked about the hedge of favor and how that
just, even though there is physical protection, perhaps sometimes God may not allow that. That doesn't mean the hedge of favor is still not around you. There are the definition of the word help here is so deep. We see in verse 3, He will not let your foot be moved. It says let. God needs to let and allow in order for things to happen to you. And if you're walking according to His way and something goes wrong, you can trust that nothing can happen to you without God allowing it. It doesn't mean that His hedge of favor has been taken away. He will not let your foot be moved. He who keeps you will not slumber. The trust that we can put on the systems or the authorities of this world to keep us or preserve us, all of that will fail. But the God that we serve, the one who is our glory and the lifter of our head and the shield around us, He will not slumber or sleep. Every other help has limitations. But it says, He who keeps Israel. If you remember when Moses asked God in Exodus, don't send us with just your angel, with just your, just a recommendation. We need your presence to come with us, because how else can we have distinction and identity and glory? It's always been about having and depending on the hedge of God's favor. ഇന്ന് ഒരു മർമ്മം ദൈവജനം മനസ്സിലാക്കണം. ഇതൊന്നും സഭകളിൽ നിന്നും പ്രസംഗിക്കപ്പെടുന്ന സത്യങ്ങളല്ല. പരിശുദ്ധാത്മാവിന് മാത്രമേ റിവീൽ ചെയ്യാൻ പറ്റുള്ളൂ. അവൻ പ്രിയമുള്ളവരെ, അവൻ സ്വന്തം ദൈവത്തിന്റെ സംരക്ഷണം വേരി എന്ന് പറയുന്ന അനേകരുടെ ചിന്ത പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നതാണെന്ന് അല്ല. ശ്രദ്ധിച്ചു കേൾക്കണം. പ്രശ്നങ്ങൾ ഇല്ലാതായാൽ വേലിയെന്നാകണമെന്നില്ല. നമ്മുടെ ദൈവം പ്രശ്നങ്ങളിൽ കൂടി നമ്മെ പരിപാലിക്കുന്ന ദൈവം. യു നീഡ് ടു വാക്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. അത് വചനം പഠിച്ചാലേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. കാരണം പ്രശ്നം മാറിയിട്ടുള്ള വേലിയല്ല. നിനക്ക് തരുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ നിന്റെ ബ്ലെസ്സിങ്, നിന്നെ കാവൽ ചെയ്യാൻ, നിന്നെ കാക്കാൻ, നിന്നെ വിശുദ്ധിയിൽ നിർത്താൻ, ദൈവത്തോട് അടുപ്പിച്ച് നിർത്താൻ. ഇന്ന് ഞങ്ങള് അവൻ എബ്രായ ലേഖനത്തിൽ വായിച്ചപ്പോൾ അവൻ തല്ലുന്ന അപ്പനെ കുറിച്ച് പഠിപ്പിച്ചു. തല്ലുന്ന അപ്പൻ ചസ്റ്റൈസ് അടി നല്ലതായിട്ട് തരും. പക്ഷേ ആദ്യം അത് വേദനയായിട്ടും പ്രയാസമായിട്ട് തോന്നും. അതിനാൽ അഭ്യാസം വന്നവർക്ക് അത് നീതി എന്ന സമാധാനപരം അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല. അവൻ പ്രിയ പൈതൽ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചോണം. അവൻ ദൈവം ചിലപ്പോൾ നിന്നെ കഷ്ടങ്ങളിൽ കൂടിയായിരിക്കാം, ചില വാതിലുകൾ അടച്ചായിരിക്കാം നിന്നുള്ള പരിപാലനം വെളിപ്പെടുത്തുന്നത്. അത് തിരിച്ചറിയാൻ കഴിവാണ്. അത് കഴിവില്ലാതെ വരുമ്പോഴാണ് നാം നമ്മുടെ കഴിവ് കൊണ്ട് കാര്യങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി പോകും. അത് അനർത്ഥമാണ്. ഇസ്രായേലിനെ നടത്താൻ ഇറക്കിയപ്പോൾ നിങ്ങളൊരു കാര്യം നോക്കണം. ചെങ്കടലിനോടൊന്നും വിടുതലൊക്കെ ആദ്യം ചോരത്തലകി ആചരിച്ചു. സംഹാരത്തോട് കഴിവ് വലിയ വിക്ടറിയോ. അത് പിന്നെ ദൈവം അവരെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? ഒരു ലിമിറ്റേഷൻ കൊണ്ടിട്ടു. ചുറ്റും പർവ്വതം, മുമ്പിൽ ചെങ്കടല്, പറയുന്ന ആരാ? ഫറവോനും. എന്തിനാ? ദൈവത്തിന് കഴിവില്ലായിരുന്നു. നിങ്ങൾ തിരിച്ചറിയണം. ദൈവത്തിന്റെ ലക്ഷ്യം ഈ ദൈവം ജനം എപ്പോഴും ആരെ ആശ്രയിക്കണം? അവരുടെ കഴിവിലോ യുദ്ധമാടവത്തിലോ മോശയിലോ മോശയുടെ കൂടെയുള്ള യോശുവയിലോ ഒന്നും ആകരുത്. അവരുടെ ആശ്രയം ആരിലായിരിക്കണം? ദൈവത്തിന്. പക്ഷെ ജനം വല്ലതും പഠിച്ചോ? മോശ പഠിച്ചോ? അവനും കിടന്ന് അറിയുക. എന്താ പറയാ? Stretch the rod and tell the people to go forward. നിന്റെ വിശ്വാസത്തിന്റെ വഴി നീട്ടി ജനത്തോട് മുമ്പോട്ട് പോകാൻ പറയാൻ. മോശെ, നിന്റെ കഴിവുകൊണ്ടല്ല ചെങ്കടൽ ബഹുമാപിക്കുന്നത്. ദൈവത്തെ പഠിപ്പിക്കുക. നിന്റെ കഴിവുകൊണ്ടല്ല സംഹാരവും നീ ഒഴിഞ്ഞുമാറിപ്പോയത്, ഞാനാ. കാരണം ദൈവത്തിന്റെ ആശ്രയം എപ്പോൾ, ദൈവത്തിന്റെ ശ്രദ്ധ, God wants എപ്പോഴും നമ്മളെ ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്യണം, ദൈവത്തിൽ ആശ്രയിക്കണം. എന്തു വന്നാലും വഴിയിൽ അടയുമ്പോൾ അതിട്ട് ചോടനെ വഴി ഉണ്ടാക്കാൻ നീ ഓടല്ലേ, ട്രസ്റ്റ് ചെയ്യണം. ഇതാ ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? പാനിക് ആയിട്ട് എന്ത് ചെയ്യുക? ദൈവത്തിന് അകന്നു പോകാം. അടുത്ത നോക്കി, ചെങ്കടൽ കഴിഞ്ഞു, ഫറവോനെയെല്ലാം മുക്കി കൊന്നു സൈന്യത്തെ. അത് കഴിഞ്ഞ് ദൈവം വീണ്ടും പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നൊക്കെ പറഞ്ഞു. അടുത്ത ദൈവം എന്ത് ചെയ്യാമോ? ബിറ്റർനെസ് മാറാം അല്ലേ? അങ്ങനെ ദൈവം അറിഞ്ഞിട്ടല്ലേ ഇത് വരുന്നേ. പക്ഷെ അതൊക്കെ എന്തുവെന്നറിയാമോ? നിന്നെ ദൈവത്തിലേക്ക് നിർത്തണം, അടുപ്പിക്കാതെ. പക്ഷെ ഈ ജനം എന്തുവാ? പിറുകൾക്കുക, കഴ്സ് ചെയ്യുക, മോശത്തെ ഫൈറ്റ് ചെയ്യുക, മറ്റു വഴികൾ തേടാൻ നോക്കുക. ഇന്ന് പകൽക്കാലം ഓർത്ത് ദൈവത്തിന് വേര് തിരിച്ചറിയുക. നിന്റെ ഞെരുക്കങ്ങൾ, നിന്റെ തകർച്ചകൾ ദൈവത്തിന് ആ സമയത്ത് നീ പോയി നിന്റെ കഴിവുകൊണ്ട് നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. നീ ഒരിക്കലും നിന്റെ ആയുഷ്കാലത്ത് ഡെലിവറൻസ് കാണത്തില്ല. നീ ഓടുവന്ന് കർത്താവിനെ കെട്ടിപ്പിടിക്കുക. ദൈവം ആഗ്രഹിക്കുന്ന ഇൻ മിഡ്സ്റ്റ് ഓഫ് എല്ലാ സ്ട്രഗിൾസും ഓടി നിനക്ക് തരുന്ന വേദനകളും തകർച്ചകളും നിന്റെ വേലിയ ദൈവം നിന്നെ വളർത്താൻ തരുന്ന വേലി. ആ സമയത്ത് നീ നിന്റെ കഴിവുകൊണ്ട് കാര്യങ്ങളെ സ്ട്രേറ്റ് ഉണ്ടാക്കാൻ നോക്കാതെ യു വിൽ നെവർ മേക്ക് ദം മീറ്റ്. നീ ട്രസ്റ്റ് ചെയ്ത ദൈവത്തിൽ അവനെ കെട്ടിപ്പിടിക്കുക.
നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തെ അവൻ കാണും, നീ കാണാനിടയാകും. അവൻ നോക്കിക്കോണം ജീവിതത്തിലെ തകർച്ചകളൊക്കെയും നമ്മെ പരിപാലിക്കാൻ ദൈവം തരുന്ന അത്ഭുതകരമായ വേലുകൾ. എന്തിനാ? എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കാൻ. അത് ഇവന് മാത്രമല്ല, അബ്രഹാമിനോട് അങ്ങനെ തന്നെയാണ് ചെയ്തത്. കനാൻ നാട്ടിൽ കൊണ്ടുവന്ന ഉടനെ എല്ലാം ഫ്രീ ആക്കി, എല്ലാം പ്ലസന്റ് ആക്കിയില്ല. കനാൻ നാട്ടിൽ വന്ന് ആരാധിച്ചപ്പോൾ അപ്പം വന്ന പോലും ഇല്ലാതായി, കഴിക്കാനൊന്നും ഇല്ലാതായി അല്ലേ? അന്നേരം ദൈവം ആഗ്രഹിച്ചത്, അബ്രഹാമെ നീ കഴിവിനെ ആശ്രയിക്കരുത്, നിന്റെ ബുദ്ധി കൊണ്ട് കാര്യം, അന്നേരം ബുദ്ധി കൊണ്ട് കാര്യം ഗമിക്കാം. അങ്ങനെ വന്ന് കയറിയല്ലേ ഇന്നത്തെ ലോകത്ത് വന്ന എല്ലാ പ്രശ്നവും അതല്ലേ. ഇന്ന് ടെററിസത്തിന് കാരണം തന്നെ അബ്രഹാം, അവൻ ദൈവത്തിന്റെ പ്രവേശം. കനാൻ നാടെന്ന് പറഞ്ഞാൽ അപ്പമില്ലാതിരിക്കുന്നു എന്നല്ല, കനാൻ നാട്ടിൽ കൊണ്ടുവരും. ഞാൻ കനാൻ നാട്ടിലെത്തി ദൈവത്തെ നിന്റെ കഴിവിൽ ആശ്രയിക്കാതെ ഡിപ്പെൻഡ് ഓൺ ഗോഡ്, ദൈവത്തെ അവന്റെ കയ്യിൽ ആശ്രയിക്കുന്നു. അവൻ ബുദ്ധിയിൽ ആശ്രയിച്ചു. ഭാര്യയോട് കള്ളം പറഞ്ഞു, എവിടെ പോയി? മിസ്രൈമിൽ പോയി. എന്തിനാ? പ്രശ്നം പരിഹരിക്കാൻ. ഇന്ന് പകൽക്കാലം നീ ഓടുന്നിടത്തോളം കുരുക്കുകൾ കൂടുക. യു നോട്ട് എസ്കേപ്പിംഗ്. ട്രസ്റ്റ്. കാരണം എന്നെ ട്രസ്റ്റ് ചെയ്യേ. കാരണം നിനക്ക് തരുന്ന ഓരോ ഞെരുക്കങ്ങളും നിന്റെ ഡോർസ് എല്ലാം ഞാൻ അടയ്ക്കുന്നതും നീ എന്നെ കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാം. ബൈബിൾ പറയാം, തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് നീ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് അവന് വെക്കുമ്പോഴേ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരത്തുള്ളൂ. കംപ്ലീറ്റ് ഡിപ്പെൻഡൻസ്. നീ താൻ ബാധി ദൈവം ബാധി. ചില സമയം ദൈവം തീച്ചൂളക്ക് 7 മടങ്ങ് ചൂട് കൂട്ടും. അന്നേരവും നീ പിന്മാറിപ്പോകുമോ? കഴിവിൽ ആശ്രയിക്കുമോ അതോ ദൈവത്തിൽ ആശ്രയിക്കുമോ? അവര് പറയാ മറുപടി പറയേണ്ട കാര്യം ഇല്ല. അവൻ ഞങ്ങളുടെ ദൈവം വിടുവിച്ചാലും അവനെ മാത്രം. പ്രിയമുള്ളവരെ, അവിടെ ആരിറങ്ങി വരുമെന്ന് അറിയാമോ? യു വിൽ സീ ദ ഫോർത്ത്. നിനക്ക് തരുന്ന തീച്ചുളകൾ, നിനക്ക് തരുന്ന തകർച്ചകൾ ദൈവത്തിന്റെ വേലിയ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇവിടെ നാം കാണുന്നു പ്രിയമുള്ളവരെ, പ്രശ്നങ്ങളില്ലാതെ നിന്നെ പരിപാലിക്കാനല്ല ദൈവം വിളിച്ചത്. നിന്നെ വിളിച്ചപ്പോൾ നിനക്ക് ചുറ്റും അവൻ പരിചയം, എപ്പോഴും നിന്റെ ആശ്രയം. അവിടെ പറയുന്ന 8ാമത്തെ വാക്യത്തിൽ 3ാമത്തെ വാക്യം പറയുന്നത്, നിന്റെ കാൽ വഴുതാൻ അവൻ എന്ത് ചെയ്യത്തില്ല. അപ്പൊ നീ നടക്കുന്ന ഇടത്ത് വഴുതുന്ന സംഭവങ്ങൾ ഉണ്ട് അല്ലേ? തെന്നിപ്പോകുന്നു തോന്നും, കർത്താവേ തലയടിക്കും, പക്ഷെ അവൻ സമ്മതിക്കില്ല. നീ ട്രസ്റ്റ് ചെയ്ത് ആ വഴുവഴുപ്പുള്ളിടത്തോട് നടക്കണം. നീ ട്രസ്റ്റ് ചെയ്ത് നടക്കണം. അവൻ നടക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ, തോളിൽ എടുക്കുന്നവനാ. ഇന്ന് പകൽക്കാലം എങ്കിലും നീ വിശ്വാസം നടന്നാൽ ഒരു വില നീ തിന്നാൻ പോകുമ്പോൾ സമ്മതിക്കാതെ, അവിടെ പറയുന്നു നിന്നെ കാക്കുന്നവൻ എന്ത് ചെയ്യത്തില്ല. ഇന്ന് പകൽക്കാലം വേലി കാണു സഹോദരി, വേലി കാണു സഹോദരൻ. നീ എത്രത്തോളം ചുറ്റും വേലി കെട്ടും, നീ കെട്ടുന്ന വേലി എല്ലാം പൊളിഞ്ഞു പോകും. നിനക്ക് കഴിവില്ല. അത് ആദമോ ഒവയും ചുറ്റും അവൻ വേലി കെട്ടാൻ നോക്കിയതുപോലെ ഇരിക്കും. എന്തോ അത്തിയില കൊണ്ട് അവൻ നഗ്നത മറയ്ക്കാൻ, നിന്റെ പ്രോബ്ലംസിനെ റിസോൾവ് ചെയ്യാൻ നീ അവൻ ഫിഗ് ലീവ്സ് കൊണ്ട് നടക്കത്തില്ല. അത് കരിഞ്ഞു പോകും. ലോകത്തിനെ തൊഴിക്കുമ്പോൾ ദൈവം വന്ന് തന്നാലോ കുഞ്ഞാട്ടിന്റെ തോല് കൊണ്ട് അവനെ ഉടുപ്പിക്കും. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണമേ. Most of what I wanted to say was already covered. So I'm just going to share one more part of Psalm 121 and just share a couple more thoughts from Psalm 127. Take a look at verse 7. The Lord will keep you from all evil. He will keep your life. Now we need to know that it's not just about evil on the outside, but evil within our hearts as well. The hedge of favor, again, we need to kind of bring ourselves back to what the message truly is, because the hedge of favor is for the purpose of our spiritual growth, for our spiritual maturity, so that we may have no grounds to boast in ourselves or what we've achieved, and that's the reason for our preservation. It's not. It's because of God's hedge of favor. So the fact that we are able to keep ourselves from evil is not because of us, but because of the hedge of God's favor. It says the Lord will keep you from all evil. So even the deception of our hearts, the temptations that we fall to, the things that try to trap us into the sin and guilt, the fact that we're able to stay away from that, or if you're struggling with that currently and you're trying and you're failing, you need to know that you need to stop depending on yourself and what you can do, and you need to depend on the hedge of God's favor, because He is the only one who can keep you from all evil. And if you are currently staying away from evil, you can't pat yourself on the back and congratulate yourself for being the reason for holiness. It's simply because of the hedge of God's favor. So continue to depend on it. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. ആ സങ്കീർത്തനത്തില് ഞാൻ പറയാതെ ചെന്നു, പിതാവ് നേരത്തെ കയറി പറഞ്ഞു, എങ്കിലും താഴോട്ട് പോകട്ടെ. അതിൽ 7ാമത്തെ വാക്യം ഒരു കാര്യങ്ങൾ പറഞ്ഞ അടുത്ത സംഗീതത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. 7ാമത്തെ വാക്യത്തില് ഇങ്ങനെയാ പറയുന്നത്,
യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഇന്ന് പകൽക്കാലം പലപ്പോഴും പുറത്തുനിന്നുള്ള ദോഷങ്ങളെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഓർത്തോണം, പുറത്തുനിന്നുള്ള ദോഷങ്ങളെക്കാൾ എപ്പോഴും മനുഷ്യർക്ക് അനർത്ഥം അകത്തുനിന്നുള്ള ദോഷങ്ങളാണ്. അവൻ സ്വന്തം ഒരിക്കല് ശിഷ്യന്മാരുടെ അവൻ എല്ലാം കൂടി കൈ കഴുകാതൊക്കെ കഴിക്കുമ്പോൾ അവൻ പരീക്ഷന്മാർ പറഞ്ഞു, നിന്റെ ശിഷ്യന്മാരെ കൈ കഴുകുന്നില്ല, അവൻ കഴിക്കുന്നതിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞ് അവൻ സമ്പ്രദായങ്ങളൊന്നും പാലിക്കുന്നില്ലെന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നത് പുറത്തുനിന്നുള്ളതല്ല, അവന്റെ അകമയിൽ നിന്ന് വരുന്ന ഒത്തിരി കാര്യങ്ങൾ. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർത്തോണം, എന്നെയും നിങ്ങളെയും ഡിഫൈൽഡ് ആക്കുന്ന, നിത്യത നഷ്ടപ്പെടുത്തുന്ന പലപ്പോഴും പുറത്തുനിന്നുള്ള കാര്യമായിരിക്കത്തില്ല, നമ്മുടെ അകത്തുനിന്ന് വരുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആത്മീക വളർച്ച എന്ന് പറയുമ്പോൾ ആത്മീക വളർച്ചയ്ക്ക് തുരങ്കം നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തി. അത് പലപ്പോഴും പിശാചിനെയാണ് നമ്മൾ പിശാച് വിട്. അവൻ പിശാചിൽ കൂടി ആ പാപം നമ്മുടെ ഉള്ളത്തിൽ വന്നു, അവൻ പിശാചിൽ കൂടി നമ്മുടെ പാപം നമ്മുടെ ഉള്ളത്തിൽ വന്നു. പക്ഷെ ഒരു കാര്യം, ഹൃദയം എല്ലാത്തേക്കാൾ കപടമുള്ളത്. അതിനെ ഗാർഡ് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ, അവൻ സ്വന്തം നമ്മെ ദൈവവഴികളിൽ നിന്ന് ഒത്തിരി അകറ്റിക്കൊണ്ടു പോകും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു കാര്യം നാം അറിയേണ്ടത്, അവൻ ഒരു ദോഷവും തട്ടാതെ വണ്ണം ദൈവം നിന്നെ പരിപാലിക്കുമെന്ന് പറയുമ്പോൾ നിന്റെ ഹൃദയത്തെയും സൂക്ഷിക്കേണ്ടവൻ ആരാണ്? ദൈവവിഷയകാലം നീ ഏൽപ്പിച്ചു കൊടുക്കണം. യു ഷുഡ് സറണ്ടർ യുവർ സെൽഫ്. ദൈവം നിന്നെ കൺട്രോൾ ചെയ്യാൻ അവൻ സ്വന്തം. സാത്താനും ഇതിനെ എടുക്കുമെന്ന് ഓർത്തോണേ. അവൻ ഇസ്രായേലിനെ എണ്ണാൻ അവൻ ദാവീദിനെ സാത്താൻ എന്ത് ചെയ്തു? പ്രേരിപ്പിച്ചു. അവൻ എന്ത് വലിയ ജഡ്ജ്മെന്റ് അവൻ സ്വന്തം ചെയ്യുന്നു. ആ ജനത്തിനെ വരാനിടയായി പ്രോത്സാഹനം. ഇന്ന് പകൽക്കാലം പറ, കർത്താവേ, അവൻ സ്വന്തം ചെയ്യുന്നു. അമ്പയിലേ എന്റെ ഉള്ളില്, ഹൃദയത്തിൽ, എന്റെ ചിന്താമണ്ഡലത്തിൽ, എന്റെ തോട്ട് പാറ്റേൺസിനെ നിയന്ത്രിക്കണം. കാരണം ഞാൻ മനുഷ്യന പാപത്തിൽ ജനിച്ചവന, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചതുകൊണ്ട് പലപ്പോഴും എന്റെ തോട്ട് പാറ്റേൺസ് ചേഞ്ചഡ് ആയിരിക്കും. പക്ഷെ നിനക്കത് നിയന്ത്രിക്കാൻ കഴിയും. നിനക്ക് ഒരു ദോഷവും പുറത്തുനിന്ന് മാത്രമല്ല കർത്താവെ, പുറത്തെ ദോഷം സാരമില്ല. അതുകൊണ്ട് യേശു പറയുന്നത്, ഒരു ശരീരത്തെ കൊന്നിട്ട് നിന്റെ പ്രാണങ്ങൾ അവരെ പേടിക്കണ്ട. പിന്നെ ആരെയാ പേടിക്കേണ്ടത്? നിന്റെ ശരീരത്തെയും പ്രാണനെയും കൊന്നിട്ട് നരകത്തിൽ തള്ളാൻ കഴിവുള്ളവനെ പേടിക്കണം. അപ്പൊ പുറമേയുള്ള ഈ ഡേഞ്ചർ അല്ല നമ്മുടെ വിഷയം. അകമേ നമ്മുടെ സോളിന് എത്രത്തോളം യേശുവിനെ അറിഞ്ഞ് ഓടിയിട്ട് നിത്യ നരകത്തിൽ പോയി നമ്മൾ വേണ്ടിട്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് പറയാവേ, അവൻ എന്നെ പരിപാലിക്കണം. ഒരു ദോഷവും തട്ടാതെ വേണം. അത് ആന്തരികമായി. അതാണ് എനിക്ക് ഇമ്പോർട്ടന്റ്. അതാ ഈ മാസം പറയുമ്പോൾ വളർച്ചയ്ക്ക് കർത്താവേ, എന്റെ ഇന്റേണൽ തോട്ട് പാറ്റേൺസിൽ, എന്റെ ചിന്താമണ്ഡലങ്ങളിൽ, ഞാൻ അണ്ടർസ്റ്റാൻഡ് വെച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ എനിക്ക് തരണം. എന്നിട്ട് നിന്നിൽ മാത്രം ശരണപ്പെടാൻ, എന്റെ അകമേയുള്ളത് പുറമേയുള്ളതിനെ കുറിച്ച് ഭാരപ്പെടാതെ, പുറമേയുള്ള വിഷയം എങ്ങനെയാണെന്നോ അങ്ങനെ അതിനെക്കുറിച്ച്. കാരണം ആ ദൈവം വിശ്വസ്തനാണെന്ന് പറയുന്നത് അവന്റെ പാദങ്ങൾ തന്നെ നടക്കാൻ. അവനിൽ ആശ്രയിച്ചാൽ പ്രത്യേകം നമ്മുടെ ദൈവത്തിന് ക്യാരക്ടർ മാറാൻ പറ്റത്തില്ല. അവൻ ആൾക്കാർ മാറുന്ന പോലെ മാറത്തില്ല. തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കും തന്നെത്താൻ വെളിപ്പെടുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിയോ? പരിശുദ്ധാത്മാവ് യാദൃശ്ചികമായിട്ടുള്ള സംഘത്തിൽ ഇന്ന് പകൽക്കാലം എന്നോടുള്ള ബന്ധത്തില് പരിശുദ്ധാത്മാവ് ചില സംസാരിക്കാനാണ്. Moving on to Psalm 127, when we look at the first, I just want to talk about the first 3 verses, and I'm going to say, it says, unless the Lord builds the house, those who build it labor in vain. Unless the Lord watches over the city, the watchman stays awake in vain. So again, the builders and the watchmen have nothing to boast in except trusting in the hedge that is God's favor. The fact that God is building, the fact that God is watching, that's the only reason why this is being built. That's the only reason why this is staying safe. So yes, you and I are called to watch, right? To keep watch. We're called to build, right? All of that is spiritual growth. We have to do these things. We're not exempt from doing these things. But spiritual maturity is understanding that all of it is vain and pointless without God's favor, without depending on the hedge of God's favor. Just also, if you take a look at verse 2, it is in vain that you rise up early and go late to rest. All the work that you're putting in, all the grinding that you're doing, you're using that as grounds to boast. But the thing is, you cannot boast in your own works, because none of this would be existing if God did not build it, if God did not keep watch of it. So you cannot say that the reason that you're existing is because of all the long hours that you're putting in, or all the work that you're putting in. And it says, eating the bread of anxious toil, just depending on yourself and boasting in yourself, all that's leading you is to eat the bread of anxious toil. You're not eating the spiritual bread that will give you life. You're eating of
anxiety, that's Yes. becoming your constant sustenance. Yes. You are running on anxiety, and that Yes. is not of God. No matter how much you're watching for Yes. God or building for God, Yes. if you're running on anxiety, that's not of God. That Yes. is not spiritual maturity. Yes, it is because not. it says, for He gives to His beloved sleep. There is peace when depending on the hedge of God's favor. Despite however the circumstances around you are going, there is peace. Hallelujah! You totally depend on God's favor. I'm just going to talk about the third verse, the last one that I'm talking about in Psalm 127 as well, so that we can translate and we can close up the psalm reading. Verse 3 says, behold, children are a heritage from the Lord, and the fruit of the womb is a reward. Notice that the children are coming from God. The fact that they are from Him and reward from Him. You have no claim upon the things that God gives you. Yes, you are tasked with Yes. being Responsibility. what's the word? Faithful stewards with them. You're tasked with investing in them, but you need to know that there's no point in eating the bread of anxious toil over No, them. You no. need to work according to how God wants you Yes. to work, but you have to depend on the hedge of favor even for your children. Hallelujah! It's not because you watched, it's not because you built, but it's because God's hedge of favor has been around. So you and your children need to depend on the hedge of God's favor to be preserved. ഇന്ന് പകൽക്കാലം 122 സംഘടന വളരെ മനോഹരമാ പ്രിയമുള്ളവരെ. അയ്യോ പരിശുദ്ധാത്മാവിനെ ഓർക്കുമ്പോൾ നിന്ന് എനിക്ക് വലിയ സന്തോഷമാണ്. നിന്ന് പിള്ളേരോടല്ല ആരോടും നിന്ന് ശുശ്രൂഷിക്കുന്ന ഇഷ്ടമാണ്. കാരണം ഓരോന്ന് പറയുമ്പോൾ വചനങ്ങൾ കൂടുതൽ ഉള്ളിലോട്ട് വരികയാണ്. നിങ്ങൾക്കറിയാം ഈ സങ്കീർത്തനം എഴുതിയത് ആരാണ്? അവൻ എന്റെ ട്രാൻസ്ലേഷൻ എക്സാക്ട് ട്രാൻസ്ലേഷൻ എല്ലാം മെസ്സേജ് വരും, ചിലരോട് ഞാൻ ആഡ് ചെയ്യും, കാരണം എല്ലാവരും അറിയാൻ വേണ്ടി. അവൻ നോക്കൂ, അവിടെ നമ്മൾ കാണുമ്പോൾ അവൻ ശലോമോൻ ആ പാട്ട് പാടുന്നല്ലേ, സങ്കീർത്തനം പാടുന്ന ആരാണ്? ജ്ഞാനികളിൽ ജ്ഞാനിയായ എല്ലാം ടെസ്റ്റ് ചെയ്തറിഞ്ഞവൻ. നിങ്ങൾക്കറിയാം, ഒന്നേ ബൈബിൾ പറയുന്നുണ്ട്, മോശയുടെ ദൈവം പറഞ്ഞു കൽപ്പനകൾ കൊടുക്കുമ്പോൾ രാജാക്കന്മാർ എന്ത് ചെയ്യരുത്? കുതിരകൾക്ക് വേണ്ടി എവിടെ പോകരുത്? ജ്ഞാനികളിൽ ജ്ഞാനിയായിട്ട് പോലും അവൻ അതെന്ത് ചെയ്തു? ജാതികളിൽ നിന്ന് എണ്ണയില്ലാ പണം കൂടരുത്. അവൻ പോയിട്ട് എന്ത് ചെയ്തു? ഫറവോന്റെ മോളെ, അന്നല്ലേ എത്രയോ എണ്ണത്തെ. അവൻ വിചാരിച്ചു മിസ്രൈമിലെ കുതിരകളാണല്ലോ. പക്ഷെ അവനൊരു കാര്യം മനസ്സിലായി. ഇത് പാടുമ്പോൾ ശ്രദ്ധിച്ചോളണം. നമ്മൾ ചുമ്മാ വായിച്ചത് കേട്ടോ. അവൻ എഴുതിയ ആരാ? അവൻ എന്താ ചെയ്തെന്നൊക്കെ നോക്കണം. ശുദ്ധധാരാവ ദൈവത്തെ കുറിച്ച് ജ്ഞാനം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. നീ വഴി നടക്കണം, ദൈവത്തിന്റെ ഫേവർ വേണം, വേദി വേണം. ഇത്രയും അറിയാമിട്ടും അവനറിയാം ദൈവമാണ്. എന്നിട്ട് അവന് പോയി. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, എന്തെല്ലാം കൊണ്ടുവന്നിട്ടും കാര്യമൊന്നും കാണത്തില്ല എന്ന് മനസ്സിലായി. അവന്റെ അവസാന കാലമായപ്പം അവൻ സ്വന്തം ചെയ്യുന്ന രാജ്യത്തിൽ നിന്നൊരു ദാസൻ എഴുന്നേറ്റാണ് അവനെതിരെ തിരിയുന്നത്. ഇന്ന് കാലം ഒരു കാര്യം മനസ്സിലായി, ദൈവം വീട് കാത്തില്ലേ, ഭവനം കാത്തില്ലേ, ഭവനം പണിതില്ലേ? എത്ര വലിയ കുതിരയെ ഞാൻ കൊണ്ടുവന്നാലും ദൈവം പട്ടണം കാത്തില്ലേ? ഇന്ന് രാത്രിയെല്ലാം ഞാൻ അധ്വാനിച്ച് അവൻ ഫുൾ 7 day 24/7 ഞാൻ ജോലി ചെയ്താലും എന്റെ ദൈവം തന്നില്ലേ? തിരിച്ച് ഞാൻ പറയാ, വേലി വീട് പണിയുന്ന ആരാ? എപ്പോഴാ നീ ട്രസ്റ്റ് മുഴുവൻ തീർത്തി വെക്കും? നിന്റെ മക്കൾ ആര് തരുന്ന പ്രതിഫലമാണ്? ശരിയാ, നീ നല്ല സ്റ്റുവർഡ് ആയിരിക്കണം. നിന്റെ മക്കളെ സംബന്ധിച്ച് നല്ല ഗ്രഹവിചാരകനായിരിക്കണം. എന്റെ അർത്ഥം അവർക്ക് വേണ്ടി പോയി മാടുപോലെ പണിയെടുക്കുക എന്നല്ല. നീ എന്നിട്ട് ആ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ വഴിയിൽ നടത്താനുള്ള വഴികൾ ഇല്ലെങ്കിൽ അവർക്ക് പഠിക്കത്തില്ല. അവര് കാണുന്ന നിന്റെ കഷ്ടത മാത്രം. ദൈവം നടത്തുന്ന ദൈവമാണ് തിരിച്ചറിയാൻ അവർക്ക് പറ്റത്തില്ല. അവരും നിന്നെ അനുകരിക്കും. നോക്കണം, അബ്രഹാം ചെയ്ത് തന്നെ ആര്? ഇസ്ഹാക്കും. ബൈബിൾ വായിച്ചു നോക്കണം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന വിശ്വാസികളെ, ശുദ്ധ നിന്റെ വീട് പണിയുന്നത്, കുടുംബം പണിയുന്നത് ദൈവമാ. നിന്റെ നഗരം കാക്കുന്നതാരോ? നിന്റെ കുതിരയോ നിന്റെ സൈന്യമോ നിന്റെ ജ്ഞാനമോ അല്ല. ആരാ? ദൈവമാ. നിന്റെ തലമുറകളെ പകൽക്കാലം പരിശുദ്ധമാ കുഞ്ഞെ, ദൈവത്തിലെ
ജ്ഞാനികൾ ജ്ഞാനിയാ, ഇതൊക്കെ ഇട്ടേച്ച് സ്വന്തം കഴിവില് അത് നേടാൻ പോയവൻ അവസാനം അവൻ പറഞ്ഞു എല്ലാം മായ. അവസാനം നീയും പറയും കർത്താവ് ആശ്രമിച്ചില്ലേ, for vain. Everything I did was for vain. എന്റെ ദൈവം നിങ്ങൾ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പകൽക്കാലം ശ്രദ്ധയോട് കേട്ടും മനം തിരിഞ്ഞ് മടങ്ങുക. പറയ കർത്താവെ അയക്കണം. ഇവിടെ പറയുക ഒരു കാര്യം, നമ്മുടെ മലയാളത്തിൽ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഇംഗ്ലീഷ് പറയുക അവന് ഉറക്കം. ഈ രണ്ടും എപ്പോഴാണെന്നറിയാമോ? You realize your hedge is God. നിന്റെ വേലി ദൈവമാണെന്ന് തിരിച്ചറിയുമ്പോൾ, നിന്റെ തലമുറയിൽ നിന്നെയും പുലർത്തുന്നവൻ ദൈവമാണെന്ന് അറിയുമ്പോൾ, അപ്പോൾ നീ എന്ത് ചെയ്യുന്നറിയാമോ? പ്രയോറിറ്റി കർത്താവിന് കൊടുക്കും. പ്രയോറിറ്റി യു വിൽ. അത് ഞാൻ ഉൾപ്പെടെ 4 പ്രയോറിറ്റി കൊടുക്കും. നിന്റെ ജീവിതത്തില് ഇമ്പോർട്ടന്റ് കാര്യമായിരിക്കാം. ദൈവവും ഇമ്പോർട്ടന്റ് കാര്യമല്ല. കർത്താവ് ഇമ്പോർട്ടന്റ് കാര്യം വല്ല പണി നോക്കാൻ പറയാം. ദൈവം മതി എന്ന് പറയും. നിന്റെ മക്കളോടും പറയും പോട്ടെ, ജോലിയില്ല വേണ്ട, പഠിത്തമില്ല വേണ്ട, ദൈവം മതി എന്ന് പറയും. അങ്ങനെ പറയുമ്പോ ദൈവം ആരാണ് വിചാരിച്ചത്? തന്നിൽ മാത്രം ട്രസ്റ്റ് ചെയ്യുന്നവനെ കാണുന്ന ഒരു ദൈവം, അവന്റെ തല കുനിയരുതെന്ന് വിചാരിക്കുന്ന ഒരു ദൈവം. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നീ തന്നെ പല കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യാൻ ഓടുന്നിടത്തോളം യു വിൽ റൺ ആൻഡ് ഗെറ്റ് ടയർഡ് ആൻഡ് weary. എന്നാൽ ഇന്ന് പകൽക്കാലം if you would try put your trust completely and if you find time for the Lord, നിന്റെ കണ്ണുകൊണ്ട് കാണും. ഇസ്രായേലിന്റെ പരിപാലനം എന്ത് ചെയ്യത്തില്ല? മയങ്ങത്തില്ല. അവൻ എന്ത് ചെയ്യത്തില്ല? ഉറങ്ങത്തില്ല. അവൻ നിന്റെ ഗോയിങ്ങും കമ്മിങ് ബാക്കിനെ എന്ത് ചെയ്യും? പരിപാലിക്കും. ഒരു ദോഷവും തട്ടാതെ വണ്ണം അവൻ എന്ത് ചെയ്യും? പരിപാലിക്കും. നിന്റെ കുടുംബത്തെ അവൻ എന്ത് ചെയ്യും? പണിയും. നിന്റെ തലമുറയെ അവൻ എന്ത് ചെയ്യും? പണിയും. ഇന്ന് പകൽക്കാലം നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഒറ്റ കുഞ്ഞിനെ നേരെയാക്കാൻ പറഞ്ഞോ അടിച്ചോ നേരെയാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാ ബൈബിൾ പറഞ്ഞു, നിന്റെ മക്കൾ യഹോവയാൽ അവിടെ സമാധാനം. ആത്മീകമായ വളർച്ചയ്ക്ക്, സ്പിരിച്വൽ ഗ്രോത്തിന് നീക്ക് നിന്റെ വേലികൾ. ഞാൻ എത്ര ശ്രമിച്ചാലും കൊണ്ട് പറ്റില്ലപ്പാ. ഞാൻ വേറെയും ടയർഡുമാകുന്നതല്ലാതെ, ഡിപ്രഷനെ പിടിക്കുന്നതല്ലാതെ ഹാപ്പിനെസ് ഇല്ലപ്പാ. ഇന്ന് രാത്രി പറ, ഇന്ന് രാത്രി നീ വിട്ടുകൊടുത്താൽ നീ എന്താ പറയാ, നിന്നെ പരീക്ഷിക്കും. മതി, ഒത്തിരി കഷ്ടപ്പെട്ടു, മതി. വായി നിങ്ങൾ ബൈബിളെല്ലാം അത് മൊത്തം അങ്ങനെ തന്നെയാണ്. 40 വർഷം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ നടക്കുമ്പോൾ ദൈവം അവർക്ക് മന്ന കൊടുക്കാൻ തീരുമാനിച്ചു. ദൈവം പറഞ്ഞു 6 ദിവസവും പെറുക്കിക്കോ, 7 ദിവസം നീ എന്ത് ചെയ്യാൻ പോരുത്, കൊടുക്കരുത്. 7-ാം ദിവസം ദൈവത്തിനുള്ളതാ. നീ പെറുക്കാൻ പോയിട്ട് ക്ഷീണവാൻ കൊടുക്കണം, ആരാധിക്കാതെ കിടന്ന് ഉറങ്ങിയ പക്ഷെ പറഞ്ഞു 6 ദിവസം 7 ദിവസം പെറുക്കാൻ പോയില്ലല്ലോ, എന്ത് ചെയ്യുന്നറിയാമോ? കാണും അല്ലേ? പക്ഷെ എന്നിട്ട് മോശ പറഞ്ഞത് പെറുക്കാൻ കുറെ എണ്ണം കൂടി. പക്ഷെ ബൈബിൾ പറയുക അതെല്ലാം എന്ത് പറ്റിപ്പോയി? പുഴു വഹിച്ചു. ഇന്ന് പകൽ trust the Lord. God wants your rest. God wants your peace. God wants to protect your generation. നിന്നെ, നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയും ദൈവത്തിന് കൊതിയ. പക്ഷെ പിശാചിന് പാര വെക്കാൻ നമ്മൾ തന്നെ പോയി പിശാചിന് അവസരം കൊടുക്കുക. ആണി അടിക്കാൻ, don't even give a nail. ഒരു ആണി അടിക്കാൻ കൊടുത്ത അവൻ കംപ്ലീറ്റ് ഒട്ടകത്തിന്, പണ്ട് അറബി ഒട്ടകത്തിന്, അയ്യോ പാവം ഒട്ടകം വലിയ തണുപ്പ് കൊണ്ട് കിടക്കാണല്ലോ വെച്ചോണ്ട് ചെയ്യും. ഇവിടെ അന്ന് തലേന്ന് അകത്തോട്ട് വെച്ചോന്ന് പറഞ്ഞു. അവസാനം എന്ത് ചെയ്തു? അറബി പുറത്തായി ഒട്ടകം. ഇതുപോലെ പിശാച് ഒരു നെയിൽ എടുക്കാൻ നീ കൊടുത്താൽ മതി. You will claim the whole thing. അവസാനം പറയാം, I cannot protect myself. I cannot protect my family. I cannot protect my children. You are the one who gave me. But I have to be a good steward. അപ്പോൾ ഞങ്ങൾ I don't know how to do. I need your action. ദൈവസന്നിധിയിൽ വെച്ച് അങ്ങ് പൊട്ടിയെന്ന് പറഞ്ഞു. Lord, I want to seek you. I want to set apart myself for you. Take it up.
ആകാശം കയറി ഇറങ്ങി വരും. ഇതുപോലെ ആകാശം കയറി ഇറങ്ങി വരുന്ന ദൈവം, അവനെ തീയിൽ വെള്ളം തിളയ്ക്കുന്നത് പോലെ ഇറങ്ങി വരുന്നൊരു ദൈവം, തീയിൽ ചുള്ളി കത്തുന്നത് പോലെ ഇറങ്ങി വരുന്നൊരു ദൈവം. There's no other God like him. There's no other God like him. അവൻ തന്റെ പ്രിയനോ അവനത് ഉറക്കത്തില്ല, അവന് ഉറക്കവും കൊടുക്കുന്നു. പകൽക്കാലം എടുത്ത് പറയുന്നതാവേ, ഞങ്ങൾ ഹ്യൂമൻ ബീങ്സ്, പലപ്പോഴും ഞങ്ങൾ ഒറ്റയ്ക്ക്, ഒരു കൂട്ടോടെ ഹെൽപ്പ് ഞങ്ങൾക്കില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ തളർന്നു പോകുന്നവരാ. ഞങ്ങളല്ലാതെ വേറെ ചെയ്യാൻ ആരുമില്ല. മക്കൾ ആശ്രയിപ്പാനല്ല, ഭർത്താവിൽ ആശ്രയിപ്പാനല്ല, ഭാര്യയിൽ ആശ്രയിപ്പാനല്ല, ചെയ്തേ പറ്റൂ എന്നുള്ള ഭാരം വരുമ്പോൾ നീ ഞങ്ങൾക്ക് തന്നാണെന്ന് വിചാരിച്ച് ഞങ്ങൾ ഓടാൻ ശ്രമിക്കും. കർത്താവേ, ഇന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. വിഷയില്ല. അങ്ങനെ അവര് എത്രയോ വട്ടം ദൈവം പഠിപ്പിക്കാൻ നോക്കി. മിസ്രൈമിൽ പഠിച്ചില്ല. അതുകൊണ്ട് എന്ത് പറ്റി? അവരുടെ യാത്ര എത്ര ഇയേഴ്സ് മാറി. ഒരു വർഷം പോലും പിടിക്കാതെ എത്തേണ്ടതാ കനാൻ നാട്ടില്. 40 years. എന്നിട്ട് ഇറങ്ങിയൊന്നും അവിടെ എത്തിയതില്ല. ലീഡ് ചെയ്തവനും അവിടെ എത്തിയില്ല. ഇന്ന് പകൽക്കാലം ഉറക്കം തരും, ഉറക്കത്തിനും തരും, നിനക്ക് ചുറ്റും വേലി കിട്ടും. ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിന്റെ കയ്യിൽ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഒന്നും നഷ്ടപ്പെടുത്തി കളയത്തില്ല. അവൻ നീ ആഗ്രഹിക്കുന്ന തുറമത്താണ് നിന്നെ എത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ആദ്യമായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കരമത്തി കർത്താവിന്റെ സ്തോത്രം ചെയ്യാം.